ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പറുകൾ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തത് എല്ലാതും ഉണ്ട്. അതുപോലെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കതിൽ ലഭ്യമാണ് അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കുക. നമുക്കവിടെ ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിക്കുക. ചോദ്യം എ, ചുമരിൽ തൂക്കിയിട്ട് ഈ ഭൂപടത്തിലെ ദിശ എങ്ങനെ കണ്ടെത്താം? അപ്പം മുകൾ ഭാഗത്ത്, ചുവട് ഭാഗത്ത്, വലതുഭാഗത്ത്, ഇടതുഭാഗത്തുള്ള ദിശകൾ ഏതൊക്കെയാണ് എന്നാണ് എഴുതേണ്ടത്. നോക്കിക്കുക മക്കളെ, മാപ്പിൻ്റെ മുകൾ ഭാഗം വടക്ക് ദിശയാണ്, ചുവട് ഭാഗം വടക്കിന് നേരെ ഓപ്പോസിറ്റ് ഏതാണ്? തെക്കാണ്. വലതുഭാഗം പടിഞ്ഞാറ് ദിശയാണ്, ഇടതുഭാഗം കിഴക്ക് ദിശയാണ്. ഇനി ചോദ്യം ബി, ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരെഴുതുക. ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്? വടക്കുനോക്കി യന്ത്രം. പ്രവർത്തനം 2, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നോക്കൂ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, പിന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് തന്നിട്ടില്ല. പിന്നെ അടുത്തത് പത്രിക സൂക്ഷ്മ പരിശോധന, അത് കഴിഞ്ഞ് നാമനിർദ്ദേശക പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, അതിനുശേഷമുള്ളതും എഴുതിയിട്ടില്ല. അവസാനത്തേത് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പോൾ ഇവിടെ 2 ഘട്ടങ്ങൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, നമുക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് ആദ്യം പറഞ്ഞു നോക്കാം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിച്ച ശേഷം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ്. അതായത് ഇന്ന ദിവസമാണ് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ്. അത് കഴിഞ്ഞിട്ട് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കലാണ്. അപ്പോൾ അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് വരിക. പിന്നെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തെരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, അത് കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ചോദ്യം ബി, തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ എഴുതുക. തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചത് മക്കൾ ഓർക്കുന്നുണ്ടോ? 5 ധർമ്മങ്ങളായിരുന്നു പഠിച്ചത്. 1, ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. 2, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. 3, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. 4, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. 5, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതിലെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ എഴുതിയാൽ മതി. എങ്കിലും മക്കൾ 5ഉം പഠിക്കുക. കാരണം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന്റെ 5 ധർമ്മങ്ങൾ എഴുതുക എന്ന് ചോദ്യം വരാം. ഓക്കെ, അപ്പം 5ഉം പഠിച്ചു പോവുക. പ്രവർത്തനം 3, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ ചില മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ചോദ്യം എ, മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ചക്രങ്ങളുടെ വരവോടെ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കിവിടെ മനുഷ്യർ പലചരക്കുകൾ കൊണ്ടുപോകുന്നത് അതിൻ്റേതായിട്ടുള്ള 2 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. മറ്റെന്തെല്ലാം മാറ്റങ്ങൾ ചക്രത്തിൻ്റെ വരവോടെ സംഭവിച്ചു മക്കളെ? സഞ്ചാരം വേഗത്തിലായി, കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു, അധ്വാന ഭാരം കുറഞ്ഞു, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോവാൻ കഴിഞ്ഞു. ചോദ്യം ബി, ഇന്ന് നാം ഉപയോഗിക്കുന്ന 3 പ്രധാന ഗതാഗത മാർഗങ്ങളും അവയ്ക്കുള്ള ഓരോ ഉദാഹരണങ്ങളും ചേർത്ത് പട്ടികപ്പെടുത്തുക. കരഗതാഗതം, അതായത് റോഡ് ഗതാഗതം. കരഗതാഗതത്തിൽ വരുന്നത് റോഡ് ഗതാഗതം. അതായത് കരഗതാഗതം 2 രീതിയിലുണ്ട്, റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. പിന്നെ ജലഗതാഗതം, ഉൾനാടൻ ഗതാഗതവും കടൽ സമുദ്ര ഗതാഗതവും ഉണ്ട്. അതുപോലെ വ്യോമ ഗതാഗതം, ദേശീയ വ്യോമ ഗതാഗതവും അന്തർദേശീയ വ്യോമ ഗതാഗതവും ഉണ്ട്. ചോദ്യം സി, ലോകത്തെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഏത് രാജ്യത്താണ്? അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 ചൈന, 2 ഇന്ത്യ, 3 ഇംഗ്ലണ്ട്, 4 ജർമ്മനി. ഇന്ത്യയിലാണ് പ്രവർത്തനം 4, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്നുള്ള നമുക്ക് ഫ്ലോ ചാർട്ടല്ല, പിക്ചറൈസേഷനാണ്, ചിത്രീകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നോക്കിക്കേ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ജനാധിപത്യ സംവിധാനത്തിൽ ഡാഷ് പരമമായ അധികാരം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും ഡാഷ് ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ ഡാഷ്, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഡാഷ് വാർത്താ മാധ്യമങ്ങൾ, ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഡാഷ്, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നമുക്കിത് എങ്ങനെ പൂരിപ്പിക്കാം? ആദ്യം, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ,
ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഇങ്ങനെയാണ് വരുന്നത്. പ്രവർത്തനം 5. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിൽ ഒന്നാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് വിളംബരം ചെയ്തറിയിക്കുക. ചോദ്യം എ. ആദിമ മനുഷ്യർ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ഏതൊക്കെ? ശരീരമുഖചലനങ്ങളിലൂടെ, തീയും പുകയും ഉപയോഗിച്ച്, ചിഹ്നങ്ങൾ ഉപയോഗിച്ച്. ചോദ്യം ബി. സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപി അറിയപ്പെടുന്നത് എന്താണ്? ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, സംസ്കൃതം, ചൈനീസ്. ക്യൂണിഫോം ലിപിയാണ് സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്തത്. ചോദ്യം സി. ആധുനിക കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം? ഫോൺ, കത്ത്, ടെലിവിഷൻ, ഓൺലൈൻ സംവിധാനങ്ങൾ, പത്രങ്ങൾ തുടങ്ങിയ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത്. പ്രവർത്തനം 6. ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക. നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്. ഇനി താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിക്കേ. ആദ്യത്തേത്, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. 2. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ്? അറബിക്കടലാണ്. പിന്നെ 3. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. 4. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? മാഹിയാണ്. 5. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? വടക്ക് കിഴക്ക് ഭാഗത്താണ്. പ്രവർത്തനം 7. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ രൂപരേഖ താഴെ തന്നിട്ടുണ്ട്. അത് നോക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന സൂചികകൾ ഭൂപടത്തിലെ എന്തിനെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തുക. ആദ്യത്തേത് ജില്ലാ അതിർത്തിയെ സൂചിപ്പിക്കുന്നതുണ്ട്. പിന്നെ പഞ്ചായത്ത് അതിർത്തിയെ സൂചിപ്പിക്കുന്നതുണ്ട്. റെയിൽപാതയുണ്ട്. നദിയുണ്ട്. ചോദ്യം ബി. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? റെയിൽപാതയാണ്. ചോദ്യം സി. നിങ്ങളുടെ സ്വന്തം നാട്ടിലെ 2 ഭൂമിശാസ്ത്ര സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. അതായത് ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതിയാൽ മതി. മണ്ണിൻ്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രത്യേകതകളോ അതല്ലെങ്കിൽ ഗതാഗത മാർഗങ്ങളോ, അങ്ങനെ ഏത് എഴുതിയാലും എന്താണ്, അത് ഭൂമിശാസ്ത്ര പ്രത്യേകതകളിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കളെ, ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളും ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഘട്ടങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളും, പിന്നെ ഒരു മാപ്പിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ദിശകൾ അറിയേണ്ടത്, അതുപോലെ മാപ്പിൽ എങ്ങനെയൊക്കെയാണ് സൂചികകൾ, ഏതൊക്കെ ചിഹ്നങ്ങൾ ഏതൊക്കെ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. അതുപോലെ ഗതാഗത മാർഗം, പിന്നെ ഇതിൽ പറയാത്ത പോലെ ഒരു പോയിൻ്റൂടെ പറയാം. ഗതാഗത മാർഗത്തിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു പോകണം. റോഡ് ഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? റെയിൽവേയുടെ പ്രത്യേകതകൾ എന്താണ്? അതുപോലെ വ്യോമഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? മെച്ചങ്ങൾ എന്താണ്? മേന്മകൾ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. അപ്പോൾ ശരി, നന്നായിട്ട് പരീക്ഷ എഴുതൂ. താങ്ക്